ഹായ് എല്ലാവർക്കും നമസ്കാരം. സിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച ഞണ്ട് കറിയാണ്. ഞണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കേണ്ടതെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ധാരാളം ഗുണങ്ങൾ ഞണ്ടിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും പ്രതിരോധശേഷി കൂട്ടാനും അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഞണ്ട്. കൂടാതെ നമ്മുടെ എല്ലുകൾക്ക് ബലം നൽകുന്ന കാൽസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഇതിൽ. ആദ്യം തന്നെ നമുക്ക് ഞണ്ട് നല്ലോണം കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. ഞണ്ടിൻ്റെ പുറകിലായിട്ട് ഇതേപോലെ ഒരു സാധനമുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് പറിച്ച് കളയാം. അതിനുശേഷം നമുക്ക് ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ പറിക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് കൈകൊണ്ട് പറിക്കുമ്പോൾ അതിന് കുറച്ച് മുള്ള് പോലത്തെ സാധനമൊക്കെ ഉണ്ട്. അത് നമ്മുടെ കൈയിൻ്റെ മുകളിൽ കുത്തും. അത് നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കത്തി കൊണ്ട് ഒന്ന് അമർത്തി കൊടുത്താൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് ആ തൊണ്ട് അത് നടന്നു പോരും. അതിനുശേഷം നമുക്ക് രണ്ട് ഭാഗത്തും സൈഡിലായിട്ട് ഒരു പഞ്ഞി പോലെ ഒരു സാധനമുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കളയാം. അത് അതിൻ്റെ വേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കാലുകളൊക്കെ നമുക്ക് കത്തിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ഒടിച്ചെടുത്താൽ പെട്ടെന്ന് പറഞ്ഞു പോരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടാകും. അത് നമ്മൾ കത്തി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നല്ലോണം മുറിച്ചെടുക്കാം. ഞാനിത് രണ്ടായിട്ട് മുറിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുറിക്കാതെ തന്നെ ഇങ്ങനെ തന്നെയും കറിയിലിടാം. മുറിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് നല്ല മസാലയൊക്കെ കയറുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുക്കുന്നത്. പിന്നെ അതിൻ്റെ നടുവിലായിട്ട് വേറൊരു വേസ്റ്റിൻ്റെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അത് നമ്മൾ എടുക്കാൻ പാടില്ല, അത് വേസ്റ്റാണ്. പിന്നെ കാലിൻ്റെ ദശയില്ലാത്ത ഭാഗങ്ങളുണ്ടല്ലോ സൈഡിലേക്ക് നീണ്ടെടുക്കുന്നത്, അത് നമ്മൾ മുറിച്ച് കളഞ്ഞതിന് ശേഷം നല്ല ഫ്ലഷുള്ള ഭാഗം മാത്രമാണ് ഞാൻ കറിയിൽ ഇടാനായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ വേസ്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് കത്തിയില്ലാതെ നമുക്കിത് പറിച്ചെടുക്കാം. ഇത് കണ്ടു, കാലൊക്കെ ഇങ്ങനെ ഒടിക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞു പോരും. ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ ഇതേപോലെ തന്നെ അതിൻ്റെ സൈഡ് ഭാഗത്തുള്ളത് ഇതേപോലെ പൊട്ടിച്ച് കളഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് ആ കൈ കൊണ്ട് ഒന്ന് അമർത്തിയാൽ അതിൻ്റെ തൊണ്ട് ഇങ്ങനെ അടന്നു പോരും. കണ്ടോ, ഇതിന് നല്ല പരിഞ്ഞുണ്ട് കേട്ടോ. ഇത് കണ്ടോ, മഞ്ഞ കളറ് കാണുന്നത്, ഇതും നമ്മൾ കറിയിലിടാൻ ഉപയോഗിക്കും. പിന്നെ അതിൻ്റെ ആ പൂ പോലെയുള്ള സാധനമില്ലേ, ഒരു പഞ്ഞി പോലെയുള്ള സാധനം, ആ സാധനത്തിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ കുഞ്ഞേ ഞണ്ടും കുട്ടികളാണ്. ഇതൊന്നും കറിയിലിടേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതൊക്കെ കളയാളതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 ചുവന്നുള്ളി, 2 പച്ചമുളക്, ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇത് കല്ലിലൊന്ന് ചതച്ചെടുക്കുകയാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഞാനിത് ഒരു മൺചട്ടിയിലാണ് കറി വെക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടിയിട്ട് എല്ലാതും കൂടി നല്ലോണം യോജിപ്പിക്കുക. ഇതെല്ലാതും കൂടിയിട്ട് നല്ലോണം യോജിച്ചതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ടുണ്ടല്ലോ, അത് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നല്ലോണം ഇതിൽ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 2 ഗ്ലാസ് വെള്ളം, അധികം വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് 2 പച്ചമുളക് ഇതിലേക്ക് കീറിയിടാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താം. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത് ആ ഞണ്ട് നല്ലോണം മുങ്ങിക്കെടുക്കുന്ന രൂപത്തിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. പിന്നെ ഇത് ഗ്യാസ് എത്തിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നതെന്ന് പറഞ്ഞില്ലേ നേരത്തെ, അതുകൊണ്ട് ഞാൻ ഒരു പകുതി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങയുടെ പകുതിയാണ് ചിരകി എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം വറുത്തെടുക്കുക. എന്നിട്ട് നല്ലോണം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഞണ്ടിൻ്റെ കൂട്ടിലേക്ക് ഈ തേങ്ങ വറുത്തരച്ചത് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഞണ്ട് വെന്ത് കിട്ടാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഞണ്ട് വെന്ത് കിട്ടും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിലും ഒക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ കുറച്ചും കൂടി ഉപ്പ് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കടുക് പൊട്ടിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ പിന്നെ നമ്മൾ ചെറുതാക്കി എരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവോള ഇട്ടതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള 2-3 വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. അത് നല്ലോണം ഒന്ന് വാടി വരുന്ന സമയത്ത്
നമ്മൾ ഒരു തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നല്ലോണം ഒന്ന് തക്കാളിയും സവോളയും എല്ലാതും കൂടിയിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരണം. ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിത് നമ്മുടെ ഞണ്ടിൻ്റെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ വറുത്തരച്ചത് ഒഴിച്ചതിന് ശേഷം ഒന്ന് തള വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ അടിപൊളി തേങ്ങ വറുത്തരച്ച ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒറ്റ കറി വേണ്ട, ഈ ഞണ്ട് കറി മാത്രം കൂട്ടിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാൻ പറ്റും. പൊറാട്ടേൻ്റെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്